അത് നടപ്പിലാക്കി പോന്നതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതാണ്. മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ രൂപം കൊണ്ട ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ സാമാന്യവൽക്കരിക്കുകയും അവർക്ക് ജനപിന്തുണ വരികയും ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു കാര്യവും അതില്ലാതെ നാടിനെ കാത്തുരക്ഷിക്കുക എന്നുള്ളതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി എല്ലാ കാലത്തുമുള്ള ആലിമീങ്ങൾ പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിച്ച് നല്ല രൂപത്തിൽ പ്രസ്ഥാനം മുന്നോട്ട് പോന്നു. 1985 60ാം വാർഷിക സമ്മേളനം നടക്കുന്ന സമയമായപ്പോഴേക്ക് വഹാബിക്ക് ഇവിടെ വേരോട്ടമില്ലാതെ അവൻ ശരിക്കും മരവിച്ചു നിന്ന് പോയൊരു ചുറ്റുപാടിലേക്ക് വന്നിട്ടുണ്ട്. ചില ആളുകളെ നേരത്തെ അവർ സ്വാധീനിച്ചിട്ടുണ്ട്. കേരള നിയമസഭയിൽ വലിയ പദവികൾ കൈയാളിയ വക്കീലന്മാരെ അവർ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. ചില MLA-മാരെ അവർ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. മുസ്ലിം സമുദായത്തിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് ബിരുദധാരികളിൽ ഒരാളായ സാവാൻകുട്ടി സാഹിബിനെ പോലെയുള്ള അഭ്യസ്തവിദ്യരായ ആളുകളെ പോലും ആ കാലത്ത് വഹാബിമെല്ലാം സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും വഹാബിക്ക് ഇവിടെ വേരോട്ടം കിട്ടിയില്ല. രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ അവർ കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളിൽ അവർ കടന്നുകൂടി അഭ്യസ്തവിദ്യരായ ആളുകളെ അവര് പരമാവധി പറ്റുന്നിടത്തോളം തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം അവർ നടത്തി. അതുപോലെയുള്ള ഒരുപാട് പണികളൊക്കെ നടത്തിയിട്ടും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ആധികാരിക പണ്ഡിത സഭയായി അവസാന വാക്കായിട്ട് ഏറ്റവും മുകളിൽ ജ്വലിച്ചു നിന്ന സമയമാണ് 1985 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 60ാമത് വാർഷിക സമ്മേളനത്തിന്റെ ആ ഒരു ഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. നേരത്തെ നമ്മൾ കേട്ടതുപോലെ കാന്തപുരം ഉസ്താദ് അതിൽ സ്വാഗതം പറയുന്നു 1 മണിക്കൂർ. ശേഷം ഉദ്ഘാടന പ്രസംഗമാണ്. ആ ഉദ്ഘാടന പ്രസംഗം 1.25 മണിക്കൂറാണ്. ബഹുമാന്യരായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് അവരുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞപ്പോൾ ജനങ്ങൾ തരുത്തു നിൽക്കുകയാണ്. തന്റെ വലത്തെ കൈയുടെ ചൂണ്ടുവിരൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 15 ലക്ഷം മനുഷ്യരെ എങ്ങനെയാണ് ഒരു ആലിമിനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നത് എന്ന് കോഴിക്കോട് കടപ്പുറത്തെ സാക്ഷിയാക്കിക്കൊണ്ട്, കോഴിക്കോട് കടലിനെ സാക്ഷിയാക്കിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സെക്രട്ടറി കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ആലിമീങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയുക എന്നവർ കാണിച്ചു കൊടുത്തു. അതിനെതിരെ നിൽക്കുന്നവരെ താക്കീത് ചെയ്തു. ഒരു ഭാഗത്ത് കാന്തപുരം ഉസ്താദിന്റെ പേര് കേൾക്കുമ്പോഴേക്ക് തക്ബീർ മുഴങ്ങുകയായിരുന്നു. പിറ്റേന്ന് പത്രങ്ങൾ എഴുതി സമസ്തയുടെ സ്മരണിക അത് എടുത്തുകൊടുത്തു. ആ സമ്മേളനത്തിൽ ആ പേരൊന്ന് പറയാൻ AP എന്ന ദ്വയാക്ഷരം, AP എന്ന 2 അക്ഷരം, ആ അക്ഷരം ഒന്ന് കേൾക്കാൻ 15 ലക്ഷം കാതുകൂർപ്പിച്ചു നിൽക്കുകയായിരുന്നു. AP എന്ന പേര് കേൾക്കുമ്പോഴേക്ക് 45 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത ആ ചെറുപ്പക്കാരന്റെ മുഖമൊന്ന് കാണുമ്പോഴേക്ക് സദസ്സൊന്നിച്ച് തക്ബീർ ചെല്ലുന്ന ഏറ്റവും നല്ല സന്തോഷമുള്ള കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. 2 ആളുകൾ അവര് സമസ്തയുടെ ചരിത്രത്തിൽ ഏറ്റവും പുതിയ അധ്യായം രചിച്ച് മറ്റ് ആലിമീങ്ങളെയും സാദാത്യങ്ങളെയും സയ്യിദന്മാരെയും എല്ലാവരെയും നല്ല രൂപത്തിൽ അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം അത് തിരിച്ചു പിടിച്ച് അവരെ കൈപിടിച്ചുയർത്തിയതിന്റെ ഏറ്റവും നല്ല മാതൃക. പക്ഷെ നേരത്തെ പത്തി മടക്കി കൊണ്ടുപോയ ആളുകൾ, പത്തി മടക്കി മാളത്തിലൊടിച്ച ആളുകൾ, അവർക്കിതങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയുമായിരുന്നില്ല. ഒരാൾ അതിന് തൊട്ടു മുമ്പേ പ്രസംഗിച്ചിട്ടുണ്ട്. ഏകദേശം 7 വർഷം മുമ്പെയാണ് ഒരാൾ കൊണ്ടോട്ടിക്കടുത്ത് വെച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത്, എന്റെ അവസാന തുള്ളി രക്തവും സുന്നിക്കെതിരെ ചെലവഴിക്കുമെന്ന്. അയാൾ അന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. എന്റെ അവസാന തുള്ളി രക്തവും സുന്നിക്കെതിരെ ചെലവഴിക്കുമെന്ന് പറഞ്ഞ അങ്ങ് ഏറനാട് പ്രദേശത്തെ ഒരു മനുഷ്യൻ, അയാൾ അടങ്ങിയിരുന്നില്ല. അതുപോലെയുള്ള ആളുകൾ അടങ്ങിയിരുന്നില്ല. അവര് അവിടെ നിന്ന് ശരിക്കും ആലോചിക്കുകയാണ്, ഇങ്ങനെ ആലിമീങ്ങൾ മുന്നോട്ട് പോയാൽ നമുക്ക് അഡ്രസ് ഇല്ലാതെ പോകും. എന്തു ചെയ്യണം? ചെയ്യാൻ അവരുടെ മുമ്പിൽ ചില വഴികളുണ്ടായിരുന്നു, കുറുക്കു വഴികൾ. അവർ ചില കുതന്ത്രങ്ങൾ പ്രയോഗിച്ചു. ഈ കൂട്ടുകെട്ട് തകർക്കണം, ഈ കൂട്ടുകെട്ട് തകർക്കണം, ഇവരെ 2 പേരെയും ഇക്കാണുന്ന രൂപത്തിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കാൻ പാടില്ല എന്ന്
അവർ ആലോചിക്കുകയും ചെറുതും വലുതുമായ ഒരുപാട് കുതന്ത്രങ്ങൾ അതിനുവേണ്ടി അവർ ഉപയോഗപ്പെടുത്തുകയുമാണ്. ആ സമയത്ത് കേരളത്തിൽ രണ്ട് കാര്യങ്ങൾ നടന്നു. ഒന്നാമത്തെ കാര്യം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അഖിലേന്ത്യാ മുസ്ലിം ലീഗും രണ്ടും കൂടെ ഐക്യപ്പെടുകയാണ്. ശരീഅത്ത് വിവാദമായിരുന്നു അതിന് കാരണമായിരുന്നത്. ശരീഅത്ത് വിവാദം അതങ്ങനെ കൊടികുത്തി വാണ സമയം, അത് ജ്വലിച്ചു നിന്ന സമയം, ഇസ്ലാമിക ശരീഅത്ത് സംരക്ഷിക്കാൻ ഇനി നമ്മൾ രണ്ട് ചേരിയിൽ നിന്നാൽ ശരിയാവില്ല എന്ന് മുസ്ലിം ലീഗിന്റെ രണ്ട് ഘടകങ്ങൾക്കും തോന്നുകയും സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അതുപോലെ മറ്റു നേതാക്കന്മാരെല്ലാവരും അവരൊന്നിച്ച് തീരുമാനിക്കുകയും മുസ്ലിം ലീഗിന്റെ പതാകയിൽ ഒന്നവര് പഴയ ആ പതാക തെരഞ്ഞെടുക്കുകയും അവരുടെ ചിഹ്നങ്ങളിൽ ഒന്ന് നിലനിർത്തുകയും ഒരു പതാക മാറ്റിവെക്കുകയും ഒരു ചിഹ്നം ഒഴിവാക്കുകയും അവര് ഒന്നായി മാറുകയും ചെയ്യുന്നത് സമസ്തയുടെ സമ്മേളനം കഴിഞ്ഞ ഈ സമയത്തായിരുന്നു. അവിടെയാണ് വഹാബി ശരിക്കും അധ്വാനിക്കുന്നത്. വഹാബിക്ക് വേരോട്ടമില്ലാതെ പോയത് സമസ്തയുടെ ഒരു തീരുമാനമാണ്. ഇവരെ കണ്ടാൽ മിണ്ടരുത്, ഇവർക്ക് സലാം പറയരുത്, ഇവര് സലാം പറഞ്ഞാൽ മടക്കരുത്, അവര് മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കരുത്. അവൻ അവിടെ മൂലക്ക് നിന്ന് അവൻ വിറങ്ങലിച്ചു നിന്ന് ആർക്കും വേണ്ടാത്ത ഓട്ടമുക്കാല് പോലെ മാറി നിന്നപ്പോൾ അവൻ ചിന്തിച്ചു, ഈ സമയം നമുക്ക് ഉപയോഗപ്പെടുത്തണം. എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് മുസ്ലിം ഐക്യത്തിന്റെ പഴയ ആ ഒരു വീഞ്ഞ് പുതിയ കുപ്പിയിൽ അവതരിപ്പിക്കാം. 1922 ഐക്യസംഘം രൂപീകരിച്ച് ഐക്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന ആളുകൾ അവർ ഇതേ ഐക്യത്തെ പുതിയ കുപ്പിയിലാക്കിയിട്ട് വീണ്ടും കൊണ്ടുവരുന്നു. മുസ്ലിം സമുദായത്തിന് വലിയ പ്രതിസന്ധി വന്നിട്ടുണ്ട്. ശരീഅത്ത് സംരക്ഷിക്കാൻ നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഇതായിരുന്നു പറഞ്ഞിരുന്നത്. ബഹുമാന്യരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതാക്കന്മാരെ നേരത്തെ ആലിക്കുട്ടി ഫൈസി ഉസ്താദ് അവർകൾ ഇവിടെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കത്തുണ്ട്, ഇപ്പോഴുമുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു ആ കത്ത്. ബഹുമാനപ്പെട്ട മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ ഉസ്താദ് അവർകൾക്ക് മരണസന്നനായി കിടക്കുന്ന സമയം കെ ഉമർ മൗലവി എന്ന് പറയുന്ന തീവ്രവാദി മൗലവി അന്ന് കത്തെഴുതുന്നു, ഹസൻ മുസ്ലിയാർ നിങ്ങൾ മുസ്ലിം ആവണം എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ മുസ്ലിം ആവണം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ 99% വരുന്ന സുന്നികളെയും മുസ്ലിമായി പോലും അംഗീകരിക്കാത്ത ആളുകൾ അവര് പാഷാണം വർക്കിയുടെ ആ റോളിൽ രംഗത്തേക്ക് വരികയാണ്. അവര് വന്നുകൊണ്ട് പറഞ്ഞു, നമുക്ക് ഐക്യം വേണം. ഒരു ഭാഗത്ത് അവരിന്ന് വരെ മുസ്ലിമായി അംഗീകരിക്കാത്ത ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ, മറുഭാഗത്ത് ഈ പറയുന്ന സകല ജാതി വേഷജന്തുക്കളും അവരെല്ലാരും കൂടെ ഐക്യത്തിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ 1932 സമസ്തയെടുത്ത തീരുമാനം നിലനിൽക്കുന്നുണ്ട്. 25 രൂപീകരിച്ച പശ്ചാത്തലം അതങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഘട്ടം. അപ്പോഴാണ് ഇവർ ഈ പുതിയ കാര്യവുമായിട്ട് വരുന്നത്. ഇത് നിരന്തരമായി പ്രശ്നങ്ങളായി, നിരന്തരമായി ചർച്ചയായി. അതിന്റെ ഇടയിൽ ചെറിയ ചില കാര്യങ്ങൾ കൂടി നടന്നു. നമ്മെ പറ്റിക്കാൻ വേണ്ടി ഇവർ ഒരുപാട് പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ആർക്കും അറിയുമായിരുന്നില്ല. സർക്കാരിന്റെ ശമ്പളം പറ്റിയിട്ട് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ ബഹുഭൂരിപക്ഷവും അറബ് അധ്യാപകന്മാർ, അറബ് ഭാഷ പഠിപ്പിക്കുന്ന മുൻഷിമാർ ബഹുഭൂരിപക്ഷവും സർക്കാരിന്റെ ചെലവിൽ നടത്തുന്ന ഓറിയന്റൽ അറബിക് കോളേജുകൾ വഴി വഹാബിയായി മാറുകയും നമ്മളെ കുട്ടികളെ ആ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പണി അവരുള്ളിലൂടെ ചെയ്തു വരികയും ചെയ്യുന്നുണ്ട്. 2, സർക്കാരിന്റെ നികുതി പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ അറബ് ഭാഷ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള വിദ്യാഭ്യാസ വകുപ്പ് അന്ന് അച്ചടിച്ചിറക്കിയ അറബ് പുസ്തകം ഇവിടെ മറ്റു സമുദായങ്ങൾക്ക് അറബി വായിക്കാൻ അറിയില്ല. ആ സമുദായങ്ങളുടെ മുമ്പിൽ അച്ചടിച്ച് അവർക്ക് ഇതെന്താണ് സംഭവം എന്നറിയാത്ത അറബ് ഭാഷയിലൂടെ ഖുത്ബ അറബിയിൽ ഓതുന്ന ആളുകളെ പരിഹസിച്ചു, മുസ്ലിം സമുദായത്തെ പരിഹസിച്ചു. പാവപ്പെട്ട സഹോദരിമാർ പള്ളിയിൽ പോകണമെന്നവർ പറഞ്ഞു. ഇവരുടേതായ തീവ്രവാദി നേതാക്കന്മാരായ കെ.എം. മൗലവിയെ പോലെ, വക്കം മൗലവിയെ പോലെയുള്ള ആളുകൾ മൗലാന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അതുപോലെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ പരമ്പരയിലെ കണ്ണികളാണ് എന്ന് വരെ കുട്ടികളെ പഠിപ്പിച്ച് നമ്മളെ മക്കളെ വഹാബികളുടെ മൗലിദ് ഓദിപ്പിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങളെത്തി. നമ്മൾ ഭരിക്കുന്നവരോട് പറഞ്ഞു,
കരുണാകരൻ ഭരിക്കുന്ന സമയമാണ്. ആ കരുണാകരൻ ഭരിക്കുന്ന സമയത്ത് മുസ്ലിം മന്ത്രിമാരുണ്ട്, മുസ്ലിം പ്രതിനിധികളുണ്ട്, മലപ്പുറം ജില്ലയിലെ ഒരുപാട് ആളുകളുണ്ട്. അവരോട് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് രക്ഷപ്പെടുത്തണം, നിങ്ങൾ ഈ ഒരു ഇതിൽ നിന്ന് സമുദായത്തെ രക്ഷപ്പെടുത്തണം. ഒരാളും തിരിഞ്ഞു നോക്കാൻ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നില്ല. ഒതായിയിലെ നമ്മുടെ പള്ളി ഒതായിയിൽ നമ്മുടെ ഒരു സമ്മേളനം നടത്തുകയാണ്. ആ നാട്ടുകാരായ 40-ലധികം വരുന്ന സുന്നികൾ ആ നാട്ടിലൊരു സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അവര് ഒരുപാട് സ്ഥലത്ത് മൈക്ക് പെർമിഷന് വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ്. 2 മാസക്കാലം അധ്വാനിച്ചിട്ടും നമുക്ക് ജനിച്ചു വീണ മണ്ണിൽ ഒരു സമ്മേളനം നടത്താൻ, പൊതുയോഗം നടത്താൻ അതിന് പെർമിഷൻ തന്നില്ല. എന്താ തരാത്തത്? അവിടെയുള്ള വഹാബികളെ, ആ തീവ്രവാദികളെ അവരുടെ പേടിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അവരുടെ സ്വാധീനത്താൽ ഇവിടെ ആരും നമുക്ക് വേണ്ടി അത് തരാനുണ്ടായിരുന്നില്ല, പറയാനുണ്ടായിരുന്നില്ല. ഒരു പൊതുയോഗം നടത്താൻ നമുക്ക് പെർമിഷൻ ഇല്ല. നമ്മൾ പ്രയാസപ്പെട്ടത് ഈ 85-ന് ശേഷമാണ്. 85-ന് ശേഷം നമ്മൾ പ്രയാസപ്പെട്ട രംഗങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതിന് മുമ്പേ നമ്മൾ ഇത് അനുഭവിച്ചു പോരുകയാണ്. നമുക്ക് മൈക്ക് പെർമിഷൻ അനുവദിച്ചു തരുന്നില്ല. നമ്മുടെ കുട്ടികളെ നമ്മൾ ഇത് പഠിപ്പിക്കേണ്ടി വരുന്നു. എല്ലാ കുഞ്ചിക സ്ഥാനങ്ങളിലും വഹാബി കയറിപ്പറ്റിയിട്ട് നാട്ടിലാകെ അവർ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആലിമീങ്ങളെ പരിഹസിക്കുകയാണ്. അവരൊന്നും തിരിയാത്തവരാണെന്ന് പറയുകയാണ്. പോരാ, അതുവരെ അവർ ചെയ്തു വന്ന ഒരു പണിയുണ്ടായിരുന്നു. നമ്മുടെ പള്ളികൾ അവർ പിടിച്ചടക്കാൻ തുടങ്ങി. പാലപ്പറ്റ പള്ളി, ആ പാലപ്പറ്റ പള്ളിക്ക് ശേഷം ആ പള്ളി വരെ അവരെത്തിച്ച ഈ ഒരു ദൗത്യം പിന്നെ അവർക്ക് ഇന്നുവരെ തുടരാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം നമ്മൾ പിൽക്കാലത്തെടുത്ത, അല്ലെങ്കിൽ അന്നുവരെ എടുത്ത ആ ഒരു ശക്തിയും തീരുമാനവുമായിരുന്നു അതിന് കാരണമായിരുന്നത്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇങ്ങനെ വന്നു. ഇതിന്റെ ഇടയിൽ കടന്ന് പുകഞ്ഞു കളിച്ചപ്പോഴാണ് ചില ആളുകൾക്ക് തോന്നുന്നത്, സമസ്തയിലെ തന്നെ ചില ആളുകൾക്ക് തോന്നിയിട്ടുണ്ട്, നമുക്ക് വഹാബിയുമായി കൂടിയാൽ എന്താണ്? വഹാബിയുമായി കൂടിയാൽ എന്താ? അതിനവർക്ക് ചെറിയ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആ കൂടിയാൽ എന്താണ് എന്ന് അന്ന് തോന്നിയതിൽ ഒരാൾ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഉസ്താദ് അവറുകളായിരുന്നു. എന്തുകൊണ്ട് ഉസ്താദിന് വഹാബികളുടെ കൂടെ നമ്മൾ കൂടുകയും സമസ്ത എടുത്ത തീരുമാനം നടപ്പിലാക്കി പോരുന്ന ഈ തീരുമാനം മാറ്റുകയും ചെയ്യണമെന്ന് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർക്ക് തോന്നാൻ കാരണം എന്താണ്? ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ 2ാമത് കല്യാണം കഴിച്ചത് വഹാബി കുടുംബത്തിൽ നിന്ന്. അദ്ദേഹത്തിന് വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ തന്റെ ഭാര്യ വീട്ടുകാരെ കാണുകയും സലാം പറയുകയും വേണം, അളിയന്മാരോട് സംസാരിക്കണം, ബാക്കിയുള്ളവരുമായി ഇടപഴകണം. അതിന് സമസ്തയുടെ ഈ പഴയ തീരുമാനം, നടപ്പിലാക്കുന്ന തീരുമാനം തടസ്സമാണ് എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ആ തീരുമാനത്തിനെതിരെ രംഗത്തു വരികയാണ്. അതിൽ വന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ഏറ്റവും പ്രമുഖനാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത്. അതുകൊണ്ടാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ നിലവിലുള്ള ഭാര്യ വഹാബി കുടുംബത്തിൽ നിന്ന് വന്നവളാണ്. ആ വന്ന സ്ത്രീയുടെ കുടുംബവുമായിട്ടുള്ള ഇടപാടുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സമസ്തയുടെ ആദർശം മാറ്റുകയല്ലാതെ നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ അങ്ങനെ ചില ആളുകൾ, വേറെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, തൃശൂർ ജില്ലാ കാലി എന്നൊക്കെ അവര് പറഞ്ഞിരുന്ന, മേലാറ്റൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന വേറെ ഒരാൾ, അദ്ദേഹത്തിനും ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ, അദ്ദേഹത്തിന് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ലക്ഷ്യമുള്ള ആളുകൾ അവരൊക്കെ ഒരു ഭാഗത്ത് അവർ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നു. രാഷ്ട്രീയ താല്പര്യമുള്ളവരുണ്ട്, ഇതുപോലെ ചെറുതും വലുതുമായ താല്പര്യങ്ങളുള്ള ആളുകൾ അവർ വല്ല കുതന്ത്രങ്ങൾ മെനയുകയാണ്. അങ്ങനെ കുറെ മുന്നോട്ട് പോയി. ആ സമയത്ത് സമസ്തയിലെ ആദർശശാലികളായ മഹാന്മാരായ ആളുകൾ പറഞ്ഞു, നമുക്ക് ആ പഴയ തീരുമാനം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോരണം. ഇവിടെ പ്രസംഗിച്ച പ്രഭാഷകന്മാര് പറഞ്ഞൊരു കാര്യമുണ്ട്, സമസ്ത രൂപീകരിച്ചതിന് ശേഷം ഇന്നുവരെ അതിന്റെ തീരുമാനങ്ങൾ മാറ്റേണ്ടി വന്നിട്ടില്ല എന്ന്. ശരിയാണ്, ഇന്നുവരെ തീരുമാനങ്ങൾ മാറ്റാതെ 1925 മുതൽ 2013 വരെയുള്ള കാലഘട്ടത്തിൽ ഒരേ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുണ്ട്. അതിന്റെ പ്രസിഡന്റ് താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളാണ്. അതിന്റെ സെക്രട്ടറി ഖമറുൽ ഉലമ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരാണ്. ഈ മഹാന്മാരായ ആളുകളുടെ നേതൃത്വത്തിൽ 40 ആലിമീങ്ങളുള്ള മുശാവറ ഇന്നും ആ പഴയ തീരുമാനം അനുസരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട്